അപ്പോൾ പിന്നെ കോട്ടയ്ക്കലത്തെ ഒരു ശൈലി ഉണ്ടല്ലോ, ചെണ്ട. അതിൽ നമ്മുടെ ഇപ്പോൾ കോട്ടയ്ക്കലത്തെ ശൈലി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജനങ്ങൾ പറയുന്നൊരിത് മേളം, കോട്ടയ്ക്കലിൻ്റെ മേളം എന്നാണ്. പണ്ടത്തെ മേളത്തിനൊരു ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു അന്ന്. പിന്നെ കുട്ടമാരാശാൻ, അച്യുതനാരാശാൻ, ഇങ്ങനെ മുതൽക്ക് കൃഷ്ണൻകുട്ടി ആശാൻ, മേനാശാൻ, ഇങ്ങനെയുള്ള അവരുണ്ടാക്കി വെച്ച, അധ്വാനിച്ചുണ്ടാക്കി വെച്ചാണത്. ആ ഒരു ശൈലി പരമാവധി പിന്തുടർന്ന് പോകണ്ടേ. പക്ഷേ പ്രസാദിന് അത് മാത്രം മുറുകെ പിടിച്ചു പോവാൻ പറ്റും. അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ച് ഉണ്ടാവുമെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതന്നെയാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ അത് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെ മാതിരി ഇതിനും പല പുറത്തേക്കൊക്കെ ആൾക്കാർ പോകുമ്പോൾ അതിൻ്റെ രീതികൾ നമ്മൾ ചെയ്യുമ്പോൾ അതന്നെയായി അത് മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ അത് നമ്മൾ കഥകളി നമ്മുടെ നാട്യസംഘം ട്രൂപ്പിലോ ചെയ്യുന്ന മാതിരി നമുക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വേറൊരാളൊപ്പം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആയിക്കൊള്ളണമെന്നില്ല. ചില അയാളുടെ ശൈലി, അയാളുടെ മുതിർന്ന ഒരാളാണെങ്കിൽ അതെ, അതിനനുസരിച്ച് അപ്പോൾ ഒപ്പം ആരാച്ചാൽ അവർക്ക് അനുസരിച്ച് അതിന് പോവാം. അതിനനുസരിച്ച് അല്ല, അതുകൊണ്ട് മേളത്തിന് ചോർച്ച വരുന്നുണ്ടെന്നുള്ളതല്ല, ഇല്ലെങ്കിൽ ശൈലിയുടെ മാറ്റം എന്നുള്ളതല്ല. അങ്ങനെയൊന്നും ചെയ്യാറില്ല. അല്ല, മുറുകെ വെച്ചാൽ കളരിയിലൊക്കെ ചെയ്യണത് ഇപ്പോഴും ഒരു സമ്പ്രദായത്തിൻ്റെ ഇതിലാണ്. ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മേളത്തിന് നല്ലോണം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വെച്ചാൽ ഇപ്പോൾ കലാമണ്ഡലത്തിലുള്ള അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും മറ്റു കോട്ടകൾ എല്ലാവരും ഇപ്പം എനിക്ക് തോന്നുന്നൊരു ഇത് തോന്നുന്നു, മേളം ഏകദേശം എല്ലാവർക്കും പറ്റുന്നൊരു രീതിയിലേക്ക് എല്ലാ ശൈലിയും കൂടി യോജിപ്പിച്ച് വന്ന ഒരു കാലഘട്ടം ആയി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാറ്റിനെയും നല്ല വശങ്ങളെടുത്ത് അല്ലേ പ്രസാദും അങ്ങനെയൊക്കെ തന്നെ അല്ലേ. പൊതുവെ ഒരു കളി അവസാനത്തെ കഥ കഴിഞ്ഞ് മേളം നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ ചന്ദ്രശേഖരാശാൻ പണ്ട് നിങ്ങൾ പുറപ്പാട് മേളപ്പോൾ എന്തിനാ ഇങ്ങനെ എല്ലാ ദിവസവും ഡബിൾ വെക്കണമെന്ന് ചോദിച്ചപ്പോൾ, എടാ നമ്മുടെ പുറപ്പാട് മേളപ്പതും 4 മുടി വെച്ചിട്ടുള്ള പുറപ്പാടും മേളപ്പതും കഴിഞ്ഞാൽ പകുതി നമുക്ക് ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് അടുപ്പിച്ച് കളി വന്നപ്പോൾ എല്ലാ ദിവസവും പുറപ്പാട് ഡബിൾ മേളപ്പതും എഴുതാറുണ്ട്. അപ്പോൾ ആശാൻ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് നാട്യസംഘത്തിൻ്റെ കളി അരങ്ങ് നിറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആശാന്റെ മനസ്സിലും കൂടെ ആ കോട്ടക്കലിൻ്റെ ആ മേളത്തിൻ്റെ ആ മനസ്സിലുണ്ട്. ഇപ്പോഴുള്ള മേളക്കാരുടെ ഇതുണ്ടല്ലോ, ഇപ്പോൾ ഇപ്പോഴുള്ള ധാരാളം ചെറുപ്പക്കാരും പിന്നെ മുതിർന്ന ആൾക്കാരൊക്കെ പുറത്തുള്ള ശൈലി ഒക്കെ ആയിട്ട് യോജിച്ച് പോവുന്നുണ്ട് ഇപ്പോൾ പ്രസാദ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അങ്ങനെ ഒരു രീതിയില്ല. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ച ഒരു ഇതെന്താ വെച്ചാൽ, നമ്മുടെ ഇവിടുത്തെ മേളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കഥയ്ക്ക് കൊട്ടുമ്പോൾ ഇവിടുത്തെ പ്രസാദ് ആണിപ്പോൾ വിജയരാഘവനോട് അത്ര തന്നെ ഇതില്ല. പ്രസാദ് ശീലിച്ച ഒരു അരങ്ങ്, വേഷത്തിന് കൊട്ടുന്നൊരു അരങ്ങ് പാഠമുണ്ട്. പ്രസാദ് ശീലിച്ച ഒരു കാലഘട്ടത്തിൽ ആ അരങ്ങ് പാഠത്തിന് പുറമേ ഉള്ള അരങ്ങ് പാഠവും തമ്മിൽ പ്രസാദിന് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ടോ? ശരിക്കും പുറമേയുള്ള ചില ശൈലികളുടെ വ്യത്യാസം ഉണ്ടെന്നല്ല, വേറെ കലാശങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടില്ല. അതായത് ചിലപ്പോൾ ചില മുദ്രകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവുന്നല്ലാതെ അങ്ങനെ വല്ലാതെ ഒരു അങ്ങനെയുള്ള നല്ല സാധനങ്ങളെ പ്രസാദ് സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഞാൻ നല്ലത് സ്വീകരിച്ച് ഞാൻ ഇപ്പോൾ പുറത്ത് വല്ല കളിക്ക് പോകുമ്പോൾ ചിലപ്പോൾ അവരതാണ് ചെയ്യാന്നുള്ള എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ അവർക്ക് അത് ചെയ്തു കൊടുക്കും. അല്ല, അങ്ങനെയല്ല, കൊട്ടുകാരുടെ നല്ല കൊട്ടുകാർ ഇപ്പോൾ ഓരോരുത്തർ പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അനുഭവത്തിലുള്ളൊരു സാധനമാണ് പിന്നെ കലാമണ്ഡലം ഗോപിയാശാന്, പിന്നെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാനും പിന്നെ കലാമണ്ഡലം കൃഷ്ണദാസും ഒക്കെ കൊട്ടുന്ന ഒരു ഭംഗി, അതൊക്കെ പ്രസാദിനെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ടോ? ആ ഒരു കൊട്ടിൻ്റെ രീതി സ്വാധീനിക്കാച്ചാൽ എനിക്ക് എപ്പോഴെങ്കിലും ഗോപിയാശാൻ്റെ അല്ല ഞാൻ പറയാം, ഗോപിയാശാൻ പ്രസാദ് കൊട്ടുന്ന കാര്യമാണ് അവരുടെ ആ കൊട്ടിനെ ഞാനത് ഉൾക്കൊള്ളാറുണ്ട്, ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്.
ഞാനത് കാരണം ആ അനുഭവം കാരണം അത് പദത്തിൻ്റെ ഇടയിൽ കൊട്ടുമ്പോഴും ആട്ടത്തിന് കൊട്ടുമ്പോഴും എന്താണ് അതിന് വേണ്ടതാണ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടത്. ആ ചെയ്ത് അതാണ് വേണ്ടത് എന്നുള്ളത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ഞാൻ അത് ഉൾക്കൊള്ളാറുണ്ട്. അച്ഛൻ്റെ കൊട്ടിൽ പിന്നെ അച്ഛൻ അരങ്ങത്ത് വേഷക്കാരനെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കണ അത് എൻ്റെ ഒരു അനുഭവത്തിൽ വേഷക്കാരൻ കൊട്ടണേനെ കളിക്കുന്നതിന് ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ അച്ചുണ്ണിപ്പുതാളാശാനൊക്കെ നമ്മൾക്ക് ഇവിടുന്ന് വ്യത്യസ്തമായിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. എന്നെ സ്വാധീനിച്ച ആൾക്കാരാണ്. കാരണം ആ വേഷത്തിന് കൊട്ടുന്നത് മണ്ണടേശാനാകുമ്പോൾ കുറച്ച് കൂടി നിറച്ച് കൊട്ടുന്ന ഒരു ശൈലി, അതൊരു കുട്ടന്മാരാശാൻ്റെ ഒരു ശൈലിയുടെ ഒരു ഭാഗമായിട്ടാണ്. അച്ചുണ്ണിപ്പുതാളാശാൻ ആ കൃത്യതയ്ക്ക് സാധനങ്ങൾക്ക് ചെയ്യണ ഒരു ശൈലിയുടെ ഭംഗി അച്ഛൻ കൊട്ടുമ്പോൾ രണ്ടും ഭംഗിയാണ്. കുട്ടന്മാരാശാൻ്റെ ആ ശൈലി എന്ന് പറഞ്ഞാൽ ഇപ്പം അച്ഛൻ കൊട്ടുമ്പോൾ ഞാൻ ചിലത് ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ ഇപ്പോൾ ആ പദത്തിൻ്റെ അവസാനത്തെ പദത്തെ ഏതാച്ചാൽ അതിനോടുകൂടി അങ്ങനെ കാലോട്ടിട്ടാണ് ആട്ടത്തിന് കൊട്ട് വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങനെ പോയിട്ടുണ്ടാവും ഇവിടെ അച്ഛാ. അത് അങ്ങനെ പിന്നെ അങ്ങനെയാണ് വേണ്ടത് തോന്നിയിട്ടുണ്ടാവും. കാരണം ആ കാലം അല്ല അവിടെ വേണ്ടത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ 4-ാം ദിവസത്തിന് ആട്ടത്തിന് കൊട്ടുകയാണെങ്കിൽ ഇനിയിപ്പോൾ 2-ാം ദിവസത്തിന് വേർപാടിൻ്റെ സമയമാകുമ്പോഴേക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ 2-ാം ദിവസം വേർപാടിനൊക്കെ ഇങ്ങനെ കൊട്ടണം എന്നുണ്ടെങ്കിൽ നരകാസുരനൊക്കെ എങ്ങനെ കൊട്ടണം എന്നുള്ളൊരു എൻ്റെ ആ കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2-ാം ദിവസം ഇങ്ങനെ ഇപ്പോൾ ഞാനൊരു ഇത് കൊട്ടെ ഇപ്പോൾ പ്രസാദിന് ഒരു നരകാസുരനൊക്കെ കൊട്ടുക അല്ലെങ്കിൽ ഒരു ജരാസന്ധനോ അങ്ങനെയുള്ള മേളം ഇങ്ങനെ തകർക്കണതിന് കൊട്ടാൻ ഇപ്പോഴും താല്പര്യമാണ്. എനിക്ക് മേളത്തോടു കൂടെ കൊട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മേളമുള്ള കഥയ്ക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നു. ഇപ്പോൾ പ്രസാദിനെ ഇപ്പോൾ ശരിക്കും ഇന്നത്തെ കാലഘട്ടം പ്രസാദ് ഒരു പിന്നെ കഥകളി ചെണ്ടയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 42 വർഷം ആയി അല്ലേ? 42 വർഷമായി വന്നിട്ട്. ആ കാലഘട്ടത്തിലുള്ള മേളം അവിടെ നമ്മൾ പറഞ്ഞു ഒരു കാലഘട്ടത്തിൻ്റെ ഇപ്പോൾ പ്രസാദ് സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ കോട്ടക്കിലെ പ്രധാനാശാനായിട്ട് നിൽക്കുന്നുണ്ട്. നാട്യസംഘത്തിൽ സജീവമായിട്ടുണ്ട്, പുറത്ത് സജീവമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കഥകളി മേളത്തെക്കുറിച്ചും കഥകളി മേള കലാകാരന്മാരുടെ ഒരു രീതികളെക്കുറിച്ചും അരങ്ങിലെ രീതികളെക്കുറിച്ചും പ്രസാദിന് എന്താ അഭിപ്രായം? ഇപ്പം പൊതുവെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കലാകാരന്മാർ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. വന്നവരിലാരും മോശമില്ലാതെ നല്ല പ്രവൃത്തി എടുക്കുന്ന നല്ല ചെറുപ്പക്കാരുണ്ട് ബോധ്യമുണ്ടോ പ്രസാദിന്? നല്ല ചെറുപ്പക്കാരിൽ ഒരുപാട് ആളുണ്ടെങ്കിലും അരങ്ങത്ത് ഈ മേളം നിലനിർത്തി ചെയ്യണം എന്നുള്ള ആൾക്കാർ കുറേ ഉണ്ട്. കാരണം അത് ചിലപ്പോൾ അവർ കേട്ടിട്ടുള്ള അനുഭവം കൊണ്ടും അതേമാതിരി വേണം എന്നുള്ളത് അവരുടെ മനസ്സിലും തോന്നിയത് അരങ്ങത്ത് ആരോഗ്യകരമായ അവർ അങ്ങനെ ആവണം എന്നുള്ളത് ചിലപ്പോൾ ആവാത്തവർ അത് ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിൽ തോന്നും ഇനി അങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായാലും അരങ്ങത്ത് വന്നു കഴിഞ്ഞാൽ മത്സരം അല്ലാണ്ട് അതങ്ങനെ തമ്മിൽ മത്സരമല്ല, കലാപരമായ ഒരു മത്സരം ഉള്ളതുകൊണ്ട് അതെ അങ്ങനെ അതേമാതിരി വേണമെന്നുള്ള മോഹം ഉള്ള ആൾക്കാർ ധാരാളം ഉണ്ട് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കൊട്ടിന്റെ കാര്യത്തിലും അതെ നല്ല എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ള ആൾക്കാർ, കുട്ടികളും അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു വരുന്നവരും മുതിർന്ന ആയിട്ട് ഒരുപാട് ആൾക്കാർ ഈ മേഖലയിലേക്ക് ഒന്നിനും ഒരു ശോഷണം വേണമെന്നുള്ളൊരു മോഹമുണ്ട്. നല്ല മേളം ആയിട്ട് മേളമായിട്ടുള്ള കഥയാണെങ്കിൽ അതിന് മേളം വേണം എന്നുള്ളത് അവരുടെ മനസ്സിൽ തോന്നിക്കൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. അതന്നെ വലിയൊരു ഈ കാലം മേളം നിലനിർത്തി പോകുന്നതിന് നല്ലൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അത് അതിന് ചോർച്ച വരാതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നുള്ളൊരു അതാണ് എൻ്റെ മനസ്സിൽ. ഇനിയിപ്പോൾ ഭാവിയിൽ നമ്മുടെ ഈ കഥകളിക്ക് ഉള്ള അല്ലെങ്കിൽ മേളത്തിൻ്റെ ഒരു മാറ്റങ്ങൾ അരങ്ങിൽ എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും ഒക്കെ കാലത്തിൻ്റെ മാറ്റം ഇന്നത്തെ ഇപ്പോൾ പല മീഡിയാസിൻ്റെ ഇതിലൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ
എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വേണം തോന്നി. മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തുനിന്ന് കുറേ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്ന് കുറച്ചുകൂടെ മാറ്റങ്ങൾ ഇനിയുള്ള തലമുറ വരുമ്പോൾ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഇത് പറയുന്നത്. ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒന്ന് രണ്ട് കാര്യം, പണ്ടുള്ള ആസ്വാദകന്മാരല്ല ഇപ്പോൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ പണ്ട് ചിലപ്പോൾ പതിഞ്ഞ പദങ്ങളൊക്കെ നല്ലോണം ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇനിയുള്ളവർക്ക് ചിലപ്പോൾ അത് ഇതെന്താ ഇങ്ങനെ ഉള്ളൊരു പതിഞ്ഞ ഇതിൽ പാടലും ഒക്കെ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ കാണുന്നവർക്ക് അത്ര ഒരു ഇത് തോന്നില്ല. അപ്പം അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം. ശരിക്കും കഥകളി മേളത്തിൻ്റെ കാര്യത്തിൽ പിന്നെ ധാരാളം മേളം ആസ്വദിക്കുന്ന ആസ്വാദകർ ധാരാളം ഉണ്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. അതിൻ്റെ പല സ്ഥലത്തും ഇപ്പോൾ പ്രസാദ് ധാരാളം മേളപ്പദവും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള അനുഭവങ്ങൾ. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോൾ ചന്ദ്രശേഖരനെ പറഞ്ഞ പോലെ തന്നെയാണ്. തിരുനക്കര കളിക്ക് പോയിട്ട് ട്രൂപ്പിൻ്റെ കളിയായിരുന്നു 2 ദിവസം. എനിക്ക് അന്നത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പുറപ്പാട് മേളപ്പദം ഡബിള്. അന്ന് ഞാനും ശശിയും വിജയരാഘവനും മാത്രമേ ഉള്ളൂ. അന്ന് പുറപ്പാട് മേളപ്പദം. അത് കഴിഞ്ഞ പിന്നത്തെ കഥ സീതാസ്വയംവരമാണ്. അപ്പോൾ ഈ പുറപ്പാട് മേളപ്പദം കഴിഞ്ഞ് പിന്നെ ആശാൻ്റെ സീതാസ്വയംവരമായിരുന്നു. അതിനും ഞങ്ങൾ തന്നെ നിന്നത്. പിന്നത്തെ കഥ കീചവധമാണ്, മല്ലയുദ്ധത്തോട് കൂടിയിട്ട്. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അരങ്ങത്ത് ഇത്ര അധികം വെച്ചാൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. വേറെ ആളില്ല. കഥ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അത് അവിടുത്തെ അന്ന് പിറ്റേ ദിവസത്തെ പേപ്പറിൽ ഭയങ്കര പരസ്യമായിട്ട് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോവാത്തൊരു അരങ്ങായിരുന്നു അത്. കാരണം പുറപ്പാട് മേളപ്പദത്തിന് കയറിയിട്ട് മല്ലയുദ്ധം കഴിഞ്ഞിട്ട് അന്ന് ഈ ഓഡിയൻസിലെ ആൾക്കാർ വന്നിട്ട് ഓഡിയൻസിൽ ആൾക്കാർ ഒരുപാട് ആൾക്കാരെ സമ്മതിച്ചു പോയി നിങ്ങളെന്ന് പറഞ്ഞു. ഒരു ഇത് കിട്ടിയത് വെച്ചാൽ അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതണം. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ആരോഗ്യവും നമുക്ക് അതിന് എനർജിയൊക്കെ തന്നതുകൊണ്ട് ആ ആൾക്കാരുടെ നിന്ന് കിട്ടിയിട്ടുള്ള അനുഗ്രഹവും അല്ല ധാരാളം നമ്മുടെ ട്രൂപ്പിൻ്റെ കളിക്കൊക്കെ ഇപ്പോൾ ഈ പുറപ്പാട് മേളപ്പതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ആൾക്കാർ വന്ന് ഗംഭീരമായി പാട്ടും എല്ലാം നമ്മുടെ പുറപ്പാട് ഓരോന്നും കഴിഞ്ഞിട്ട്. കാരണം മല്ലയുദ്ധം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ അതുവരെ നിൽക്കുകയാണല്ലോ അവിടെ 2 ചണ്ടയും അല്ല ധാരാളം സ്ഥലത്ത് നമ്മുടെ പുറപ്പാട് മേളപ്പ് കഴിഞ്ഞിട്ട് പറയാറുണ്ട്. പിന്നീട് പ്രസാദ് ഇപ്പോൾ വേറൊരു കാര്യം കൂടി, പ്രസാദ് ഈ ആശാന്മാർക്കൊക്കെ കൊട്ടിയിട്ടില്ലേ? നമുക്ക് നാട്യസംഘത്തിലെ ആശാന്മാരെ എടുക്കുക. പ്രസാദ് വരുമ്പോൾ ഇവിടെ കൃഷ്ണൻകുട്ടി നായരാശാനാണ് ഇവിടുത്തെ പ്രധാന ആശാൻ. കൃഷ്ണൻകുട്ടി നായരാശാൻ്റെ വേഷത്തിന് കൊട്ടിയിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി നായരാശാൻ മുതൽക്ക് പിന്നെ ആരുടെയൊക്കെ വേഷത്തിന്? അതിൻ്റെ താഴെ ചന്ദ്രശേഖരാശാൻ, കുട്ടികൃഷ്ണ നായരാശാൻ, ശംഭു ആശാൻ, പിന്നെ കോട്ടക്കൽ ഗോപിനാരാശാൻ, കേശവംഭ്രാന്തിരി, മുരളിയേട്ടൻ, നന്ദകുമാരേട്ടൻ. അതെ അതെ, അങ്ങനെ വേഷത്തിനൊക്കെ നാട്യസംഘത്തിലെ എല്ലാവരുടെയും വേഷത്തിന്. പിന്നെയുള്ള തലമുറ നോക്കണ്ട, ബാക്കി അതുവരെയുള്ള ആൾക്കാരൊക്കെ ഇവരൊക്കെ നന്ദകുമാരാശാനക്ക് മുതൽക്ക് ആദ്യാവസാനം, ചന്ദ്രശേഖരാശാനൊക്കെ ആദ്യാവസാനം തന്നെ പ്രസാദമായിരുന്നു അപ്പോഴേക്ക് ഇവിടുത്തെ പ്രധാന ആശാൻ. അപ്പോൾ പിന്നെ അത് കൃഷ്ണൻകുട്ടി നായരാശാൻ്റെ ഇവരൊക്കെ വേഷത്തിനൊക്കെ പ്രസാദ്. അപ്പോൾ കൃഷ്ണൻകുട്ടി ആശാൻ എൻ്റെ പ്രധാനമായ കൃഷ്ണൻകുട്ടി ആശാൻ ഉള്ളത് കൊണ്ട് ആശാൻ ആദ്യത്തെ രംഗത്തിനോ അല്ലെങ്കിൽ പോയിട്ടുണ്ടാവും. ചെറിയ ആശാൻ്റെ ആ കഥാപാത്രത്തിൻ്റെ 2ാമത്തെ രംഗത്തിനോ 3ാമത്തെ രംഗത്തിനോ കൃഷ്ണൻകുട്ടി നായരാശാൻ്റെ വേഷത്തിന് കൊട്ടാൻ ഉള്ള. പിന്നെ പുറത്ത് നമുക്കിപ്പോൾ കുമാരനാരാശാൻ, രാമകുട്ടി നാരാശാൻ, പത്മനാരാശാൻ, ഗോപി ആശാൻ മുതൽ അതിൽ കൂടുതൽ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു വലിയൊരു ഭാഗ്യം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ പഠിച്ച് ഇവിടെ ജോലിയൊന്നും ആയിട്ടില്ല. 6ാമത്തെ 7ാമത്തെ വർഷമാണ് എൻ്റെ. അപ്പോൾ അന്ന് ഈ ഉച്ചയ്ക്ക് എന്നും ലവണാശ്രവതാണ് കുട്ടികൃഷ്ണൻ നാരാശാൻ്റെ ചൊല്ലിയാട്ടം. എന്നും ലവണാശ്രമം ആദ്യത്തെ ഭാഗം പകുതി വരെ ഉണ്ടാവും. പിറ്റേ ദിവസം ഹനുമാൻ മുതൽക്ക് മുഴുവനും. അന്ന് ഞാൻ തന്നെയായിരുന്നു, അന്ന് ഞാനേ ഉള്ളൂ ഇവിടെ അന്ന്. അപ്പോൾ ഞാൻ തന്നെയായിരുന്നു അന്ന് ഈ ലവണാശ്രമം കൊട്ടിയിരുന്നത്. അങ്ങനെ ഓരോ ദിവസേന അങ്ങനെ കൊട്ടി ആ ഒരു നല്ല പരിചയം ഉണ്ടാകും ലവണാശ്രവം. അങ്ങനെ ഒരു ദിവസം ഞാൻ 3 ദിവസത്തെ ഒഴിവിന് ഞാൻ നാട്ടിൽ പോവുകയാണ്. അച്ഛനുള്ള കാലത്ത്, അച്ഛൻ കലാമണ്ഡലത്തിൽ ജോലിയുള്ള കാലത്ത് ഞാൻ അങ്ങനെ നാട്ടിൽ പോവുകയാണ്. നാട്ടിൽ പോയി അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ അച്ഛന് നല്ല പനിയായിട്ട് കളിയിൽ നിന്ന് ഒഴിവായിട്ട് വന്നിരിക്കുകയാണ്. നല്ല കുറേ ദിവസം അടുപ്പിച്ചുള്ള പരിപാടി. പിറ്റേ ദിവസം അച്ഛന് ഊട്ടിയിലാണ് കളി.
വിജയൻ പ്രൊഫസർ വിജയൻ മാഷ് അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൻ്റെ കളിയാണ്. അന്ന് ലവണാശ്രവതം കഥയാണ് അവിടെ ഊട്ടിയിൽ. അപ്പോൾ ഞാൻ രാവിലെ ആയപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, വിജയമാഷ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ വണ്ടിയും കൊണ്ട് വരും, നീ ചെണ്ട കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നോ, ചിലപ്പോൾ പകരത്തിന് ആരെങ്കിലും ഉണ്ടാവും, ചെണ്ട കൊണ്ട് കൊടുത്തിട്ട് വന്നോ എന്നും പറഞ്ഞിട്ട് ഞാൻ ചെണ്ടയും കൊണ്ട് പോയി. അപ്പോൾ അവർ വണ്ടി വന്ന് അവിടെ നിന്നു. വണ്ടി വന്ന് നിന്ന് വിജയ സാറ് വന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ വന്ന് തന്നെ. അപ്പോൾ ഞാൻ ചെണ്ടയും കൊണ്ട് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛന് സൂര്യ പനിയായിട്ട് വരാൻ പറ്റില്ല, അപ്പോൾ ചെണ്ട തന്നിട്ട് ആരാ ഉള്ളത് വെച്ചാൽ ഇതിലാരുമില്ല, അങ്ങോട്ട് കയറിക്കോളൂ പറഞ്ഞു എന്നോട്. ഞാൻ സത്യത്തിൽ എൻ്റെ മനസ്സ് അന്ന് ഞാൻ ആ വണ്ടിയിൽ കയറിയപ്പോൾ അതിൽ രാമൂട്ടി നായരാശാൻ ഇരിക്കുന്നുണ്ട്, അപ്പൂട്ടിപ്പോളാശാൻ ഇരിക്കുന്നുണ്ട്, നമ്പീശാശാൻ ഇരിക്കുന്നുണ്ട്, രാമവാരാശാൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒക്കെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരാണ് അതിൽ ആ വാനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി വേറെ ആരുമില്ല ചെണ്ടയ്ക്ക്, അങ്ങോട്ട് കയറിക്കോളൂ, ഇനി കൊട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി. അങ്ങനെ ആ ഊട്ടിയിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ ഭ്രമം തോന്നി, വെച്ചാൽ ഒക്കെ ആശാന്മാരാണ്. അങ്ങനെ ഞാൻ രാമട്ടി ആശാനോട് പോയി ചോദിച്ചു. അപ്പോൾ ആശാൻ ചോദിച്ചു, നീ കളരിയിലൊക്കെ കൊട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ നല്ല ഒരു സംസാരമായിട്ട് എന്നെ പറഞ്ഞ് ഇതാക്കിയപ്പോൾ എനിക്ക് സമാധാനം. പിന്നെ മദ്ദളത്തിന് അപ്പൂട്ടിക്കുളാശാൻ അവിടെ നിൽക്കുന്നത്. ഇതൊക്കെ കൂടെ എനിക്ക് പേടി, ഞാൻ എങ്ങനെ ആ കഥ കഴിച്ചു കൂട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. വെച്ചാൽ അത് ശീലമുള്ളതുകൊണ്ട് അതേമാതിരി അങ്ങോട്ട് കൊട്ടിയാൽ മതി എന്ന് പറഞ്ഞു എന്നോട്. അത് കഴിഞ്ഞു. അങ്ങനെ ഒരു അനുഭവം എനിക്ക്. അത് കഴിഞ്ഞിട്ട് രാമകൃഷ്ണൻ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല, ആ കുഴപ്പമൊന്നും ആയില്ല, അങ്ങനെയല്ലേ ഇതാവാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല വാക്കന്നെ തന്നിരുന്നു. അങ്ങനെ ആശാൻ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആശാന് കൊട്ടണ ചിലപ്പോൾ ആദ്യമാണ്. അപ്പം ഇവിടെ കൃഷ്ണകുട്ടിന്റെ കൊട്ടിയിട്ടുണ്ടാവില്ല. ആദ്യം അങ്ങനെയാണ് എനിക്ക് ഒരു അനുഭവം കിട്ടിയിരുന്നത്. പിന്നെ 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 രാമൂട്ടി ആശാൻ കൊട്ടി കുമാരനാരാശന്റെ വേഷത്തിന് കൂടെ ഡബിളിനായിട്ട് ഇങ്ങനെ കൃഷ്ണനാരാശാന്റെ വേഷത്തിനും പിന്നെ പത്മാശാന്റെ വേഷത്തിന് വാസുഭിഷായുടെ ആശാന്റെ വേഷത്തിന് കൊട്ടിയിട്ടുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ ഗോപിയാശാന്റെ വേഷത്തിന് എല്ലാം നാളായിരത്തിന്റെ 4 ദിവസം കൊട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു മാതരന് കൊട്ടിയിട്ടുണ്ട്, കർണശാവത്തിന് കൊട്ടിയിട്ടുണ്ട്, കല്യാണ സൗന്ദര്യം ഭീമന് ഒഴികെ കൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർക്ക് ഒരുവിധം അതെ ആൾക്കാർക്ക് കൊട്ടാനുള്ള ഭാഗ്യം അന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്, ഒരു ഭാഗ്യം. അതെ അതെ. അത് ഒരു കലാകാരന് കിട്ടുന്ന, പ്രത്യേകിച്ചും കോട്ടയ്ക്കൽ കലാമണ്ഡലത്തിൽ അല്ലാത്ത കോട്ടയ്ക്കൽ നിന്നുള്ള ഒരു അവരുടെ കണക്കിൽ പ്രസാദ് ഒരു കുട്ടി, അതെ, ആ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് അതെ. പ്രസാദ് ഇപ്പോൾ ഈ 42 വർഷം ആയി കഥകളി ഇത് വന്നിട്ട് സംതൃപ്തനാണ്? നല്ലോണം, ധാരാളം അല്ലേ? എല്ലാം കൊണ്ടും പ്രസാദിന് ഈ കഥകളിയിലെ പ്രസാദിൻ്റെ അധ്വാനം ഇപ്പോൾ എനിക്കറിയാം കേട്ടോ. പ്രസാദ് എങ്ങനെയായിരുന്നു അത് ഞാൻ ചെറിയൊരു ഇത് വേണമെങ്കിൽ പറഞ്ഞുതരാം. കാരണം അതൊരു ശിക്ഷ എന്നുള്ളതിലുപരി പ്രസാദിനെ അതെനിക്കിവിടെ സൂചിപ്പിക്കാം. പ്രസാദിനെ ശിക്ഷിക്കുന്നുണ്ട് ഞാൻ കരഞ്ഞിട്ടുള്ള ആളാണ്. അതൊരു ഇതുണ്ട്. കാരണം വേറെ ആരുമില്ല. കാരണം അന്നത്തെ ഒരു രീതി അതാണ്. എനിക്കും കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്നൊരു വേറെ പിന്നീട് വേദന എന്നുള്ളതല്ല. ഇന്നത്തെ കുട്ടികൾക്കത് ഞാൻ മനസ്സിലാക്കാം. ഒരു കലാകാരൻ എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചാൽ കുറേ അടിച്ചിട്ടോ ഇതായിട്ടോ ഒന്നല്ല. പക്ഷേ ശിക്ഷണം എന്നുള്ളത് അല്ലെങ്കിൽ അതിനോടുള്ള ആ ഒരു ഭയഭക്തി ബഹുമാനം, ഇവരോടും പേടി, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് വയ്യാത്തതും കൂടി നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ക്ഷീണിച്ചാലും നമ്മൾ ചെയ്ത് ശരീരത്തിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ പ്രസാദിനൊക്കെ ഇവിടുന്ന് ശിക്ഷ. ഞാൻ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞിരുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനത് പറയണത്. ഒരിക്കലും പുറപ്പാട് പ്രസാദ് പൂക്കോട്ടുകാവിലോ എവിടെയാണ് പൂക്കോട്ടുകാവ് ഈ മലപ്പുറം ജില്ലയിലെ അവിടെ പ്രസാദ് ഒരു പാടത്ത് വെച്ചാൽ കളി. പ്രസാദ് പുറപ്പാട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അണിയറയിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. തെറ്റി പുറപ്പാടിൻ്റെ 4-ാം നോക്കിലെ അവസാനത്തിൻ്റെ ഇടയ്ക്ക് അണിയറയിലേക്ക് ഇങ്ങോട്ട് കയറി വന്നതും കുട്ടന്മാരാശൻ അവിടെ നിൽക്കണു. കുട്ടന്മാരാശൻ എന്തേ ചോദിച്ചു, ഇതവിടെ ഇതാക്കി
ചോക്കലും അടിക്കലും കഴിഞ്ഞു. അവിടുന്ന് ആ പാടത്തുനിന്ന് അതൊരു എന്താ പറയണ്ടേ, ഒരു പിന്നെ കേമത്തരൊന്നുമല്ല, എന്നാൽ അത് മോശമല്ല. ആ ശിഷ്യനത് വേണ്ട നിലയ്ക്ക് ഓർമ്മ വരാനും പിന്നെ പ്രസാദിനോട് പിന്നെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നല്ലോണം ശ്രദ്ധിക്കും. അങ്ങനെ ശിക്ഷണം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ. ശിക്ഷണം വെച്ചാൽ കുറേ അടി വാങ്ങുക എന്നുള്ളത് ഒരു കേമത്തരായിട്ടല്ല പറയുന്നത്. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നല്ലോണം ശിക്ഷണം കിട്ടി പഠിച്ച ഒരാളാണ് ഈ കോട്ടയ്ക്കൽ പ്രസാദ് എന്നുള്ള എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ പറഞ്ഞു മാത്രം. അപ്പോൾ പ്രസാദ് ഇതിൽ പൂർണ്ണ സംതൃപ്തനാണ്. ഒപ്പം പ്രസാദിന് ഈ ഒരു കഥകളി മേളക്കാരനായി ചെണ്ടക്കാരനായി വന്ന് ഒരു സ്ഥാപനത്തിൻ്റെ പിന്നെ ചെണ്ട മേധാവിയായിട്ട് ഇരിക്കുമ്പോൾ പ്രസാദ് ഇത്രയും കാലം ഇത് ആത്മാർത്ഥത പുലർത്തിയ ഈ ഒരു തൊഴിലിൽ പ്രസാദിന് അംഗീകാരങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ടാവുന്നതാണ്. എന്തൊക്കെ അംഗീകാരങ്ങളാണ് പ്രസാദിന്? എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഇരേമൻ തമ്പി ഓമനത്തിങ്കൾ പുരസ്കാരമാണ് ചേർത്തലയിൽ നിന്ന് കിട്ടിയത്. അത് എനിക്ക് ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് അത് കിട്ടിയതെന്ന് ചോദിച്ചാൽ, ഞാൻ ഒന്നും എനിക്ക് തന്നെ അറിയില്ല എന്താ എന്നെ വിളിച്ച് എനിക്ക് തരാമെന്ന് പറഞ്ഞതെന്ന് അറിയില്ല. അതിൻ്റെ 2-3 വർഷം മുമ്പേ ഞാൻ അവരുടെ ചേർത്തലയിലെ ആകാശവാണി കൂടി നടത്തുന്ന ഈ ഇരേമൻ തമ്പിയുടെ ഒരു അനുസ്മരണത്തിനോടനുബന്ധിച്ചൊരു കച്ചേരി ഉണ്ടായിരുന്നു. ഈ അവാർഡ് തരുന്നതിൻ്റെ 3-4 വർഷം മുമ്പേ അങ്ങനെ ഒരു കച്ചേരിക്ക് പോയിട്ട് ഞാൻ ചെണ്ട കച്ചേരിക്ക് വായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ പെട്ടെന്ന് അവരുടെ സംഘാടകർ വിളിച്ചു. ഇങ്ങനെ ഈ വർഷത്തെ ഓമനത്തിങ്കൾ പുരസ്കാരം പ്രസാദിനാണ് എന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മറുപടിയും പറഞ്ഞു. പിന്നെ എൻ്റെ ബയോഡേറ്റയൊക്കെ അയച്ചു തരാൻ പറഞ്ഞു. അയച്ചു കൊടുത്തു. ഞാൻ അവിടെ പോയി ഇന്ന ദിവസമാണ് അന്ന് അവിടെ നേരത്തെ വരണം എന്ന് പറഞ്ഞു. ഞാൻ അത് പോയി വാങ്ങിച്ചു. എനിക്ക് ആദ്യം കിട്ടിയ പുരസ്കാരം പിന്നെ പൂക്കാട്ടിരി തായമ്പക ആചാര്യൻ പൂക്കാട്ടിരി ദിവാരപ്പുതാള്, പിന്നെ കലാസാഗർ അവാർഡ് കൃഷ്ണൻകുട്ടിയുടെ പേരിൽ, പിന്നെ കോഴിക്കോട് തോടയത്തിൻ്റെ, പിന്നെ വീരശൃംഖല പല്ലശ്ശന നാട്ടുകാരും ശിഷ്യന്മാരും ആസ്വാദകരും കൂടെ തന്നിട്ടുള്ള വീരശൃംഖല നാടും എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ ഓർമ്മയിലുള്ള ഇതേ. പിന്നെ അമ്പലപ്പാറയിലത്തെ ശ്രീചക്ര അങ്ങനെ കുറച്ച് പുരസ്കാരങ്ങൾ അല്ല, അതൊക്കെ നല്ല 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 അറിഞ്ഞു തരുന്നത് നല്ല പുരസ്കാരങ്ങൾ. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകാരത്തിന് വേണ്ടിയിട്ട് പോകേണ്ട അംഗീകാരങ്ങൾ വരും. നമ്മൾ വൃത്തിയായിട്ട് പ്രവർത്തിച്ചാൽ എന്തായാലും അങ്ങനത്തുള്ള അംഗീകാരങ്ങളിലൊക്കെ പ്രസാദ് സംതൃപ്തനായിട്ടിരിക്കുകയാണ്. കുടുംബ ജീവിതത്തിലും സംതൃപ്തനായിട്ടിരിക്കുകയാണ്. പ്രസാദിന് ഭാര്യ, മക്കൾ ആരൊക്കെ? ഭാര്യ വൃന്ദാദേവി, മക്കൾ 2 ആൺകുട്ടികൾ. ഭാര്യ ജോലി ചെയ്യുന്നു. ഭാര്യ കോട്ടക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. മകൻ മറൈൻ എഞ്ചിനീയറിംഗിന്റെ. മകന്റെ പേരെന്താ? ശരത്ചന്ദ്രൻ. ചന്ദ്രൻ എന്ന് ഇടാൻ കാരണം അത് ചന്ദ്രമണ്ണാടിയാരുടെ എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. അതെ. വെച്ചാൽ ഞങ്ങൾ വേറെ പേര് സെലക്ട് ചെയ്ത് ഞാൻ ഭാര്യയും സെലക്ട് ചെയ്ത് വെച്ചപ്പോൾ അമ്മയ്ക്ക് അത് ഇല്ല. അപ്പോൾ എനിക്ക് അമ്മയുടെ ആഗ്രഹം മതി എന്നുള്ള മോഹം എനിക്കും തോന്നി. അമ്മ എന്താ പറയണത് വെച്ചാൽ അത് ഇടണം എന്നുള്ളൊരു ഇതായിരുന്നു. പ്രസാദിന്റെ അമ്മ കല്യാണിക്കുട്ടിയമ്മ. ചന്ദ്രമണ്ണയുടെ. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു, ഇന്ന പേര് ശരത്ചന്ദ്രൻ, അച്ഛൻ്റെ പേരും കൂടെ കിടക്കട്ടെ അവന് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇട്ടു. അയാൾ എന്ത് ചെയ്യണു? അയാൾ മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സ് പഠിക്കാൻ എറണാകുളത്ത് ചേർത്തിരിക്കുന്നു. 2ാമത്തെ ആള് ഭരത്ചന്ദ്രൻ. രണ്ടാളും ചന്ദ്രന്മാരായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ ആൾക്കും ചന്ദ്രൻ. അങ്ങനെ 2 ആൺകുട്ടികൾ. അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസാദ് ഇപ്പോൾ കോട്ടക്കൽ ആരോഗ്യശാല PSV നാട്യസംഘത്തിൽ ഇപ്പോൾ പിന്നെ ഇവിടുത്തെ പ്രസാദ് നിയമപ്രകാരം സർവീസ് കഴിഞ്ഞു. ഇപ്പോൾ തുടർന്നും ഇവിടെ തന്നെ അധ്യാപകനായിട്ട് എക്സ്റ്റൻഷനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ പ്രസാദിൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ മേളത്തിന് ആരൊക്കെയുള്ളത്? മേളത്തിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് വിജയരാഘവനും മനീഷ് രാംനാഥാണ് ഇവിടുത്തെ സ്റ്റാഫായിട്ട്. പിന്നെ ഒരു സ്റ്റുഡൻറ്റ് ഗോവിന്ദ് ഗോകുമാർ. പിന്നെ പ്രസാദിൻ്റെ കൂടെ മേള പെരുക്കത്തിനുള്ള ആൾക്കാരുണ്ടല്ലോ. അതായത്
മദ്ദളക്കാരിപ്പോൾ ഇവിടെ രവിയേട്ടൻ, കോട്ടക്കൽ രവിയേട്ടൻ, രാധാകൃഷ്ണൻ, പ്രതീഷ്, ഇങ്ങനെ 3 ആളാണ് നമ്മൾക്ക് എന്തിനും അങ്ങനെയുള്ള. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ കോട്ടക്കലെ നാട്യസംഘത്തിലെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ മേളത്തിന്റെ ഒരു കൂട്ടായ്മ നല്ല തന്നെയാണ്. ഇപ്പോൾ രവിയേട്ടനൊക്കെ മേളപ്പദത്തിന് വന്നാലും നമ്മൾ കുറച്ച് വർഷങ്ങളായില്ലേ ഇപ്പൊ നിങ്ങൾ? കുറച്ച് വർഷമായില്ലേ? കുറച്ച് വർഷം എന്ന് പറഞ്ഞാൽ പ്രസാദ് ഒരു 25-30 വർഷത്തിന്റെ മീതായിട്ടുണ്ടാവും ഇല്ലേ? ഒന്നിച്ച് ഒരു സർവീസിൽ ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒന്നിച്ച് കിട്ടിയതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇങ്ങനെ ഒരു കൂട്ടം ആയിട്ട് പ്രസാദിൻ്റെ ഇപ്പോൾ ഇത്രയും പ്രസാദിൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പ്രസാദ് ഇപ്പോഴും ഇവിടുത്തെ പ്രധാന ചെണ്ട വിഭാഗ മേധാവി ആശാനായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇനി പ്രസാദിൻ്റെ ഉള്ളിൽ നാട്യസംഘത്തിൽ ആ കുട്ടന്മാരാശാൻ്റെ ഒരു കോട്ടക്കൽ ശൈലി തന്നെ നിർത്തണം നല്ല മോഹമുണ്ട് അല്ലേ? അത് നിലനിന്ന് പോവും എന്നുള്ളൊരു ഉറപ്പ് പറയാൻ കാരണം, ഇപ്പോൾ എൻ്റെ താഴെയുള്ള വിജയരാഘവൻ, കുട്ടന്മാരാശാൻ്റെയും ശിഷ്യനായിട്ടുള്ള കൃഷ്ണൻകുട്ടി ആശാൻ. വേറൊരു കാര്യം കൂടി ഞാൻ അതിലൊരു ചേർക്കാം. കുട്ടന്മാരാശാൻ്റെ ശിഷ്യനാണ് വിജയരാഘവൻ്റെ അച്ഛൻ പൂക്കാട്ടിരി ദിവാകരപ്പുതാൾ. അങ്ങനെ കുറേ കുട്ടന്മാരാശാൻ്റെ ശിഷ്യനാണ് ചന്ദ്രമണ്ണാടി ആശാൻ്റെ മകനാണ് പ്രസാദ്. ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ കൃഷ്ണൻകുട്ടി ആശാൻ്റെ ശിഷ്യത്വം കിട്ടിയിട്ടുള്ള ആളാണ് വിജയരാഘവൻ. അതെ. കൊല്ലങ്ങളായി, കുറച്ച് കൊല്ലങ്ങൾ കൃഷ്ണൻകുട്ടി ആശാൻ്റെ കൂടെ കൂടാനുള്ള ഇതുണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിലും ആ മേളത്തിൻ്റെ എങ്ങനെയാണ് കോട്ടക്കൽ മേളം അവൻ്റെ ശൈലി അവൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെത് കഴിഞ്ഞാലും അവർ നിലനിർത്തുന്നുള്ള ഉറപ്പ് അതിൻ്റെ താഴെ ഉള്ളത് മനീഷാണ്. അവനും അത് ഇപ്പോൾ നമ്മളുടെ ഒപ്പം കൂട്ടത്തിൽ എല്ലാം അതുമാതിരി ചെയ്യുന്നുണ്ട്. അതെന്നും നിലനിന്ന് പോട്ടെ എന്നുള്ളൊരു ആഗ്രഹം ആണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് ഇനിയിപ്പോൾ നമ്മൾക്ക് ഭാവിയിൽ ഇപ്പോൾ നല്ല നമ്മുടെ ഇവിടെ മാത്രമല്ല കേട്ടോ, പുറത്തും ധാരാളം ചെറുപ്പക്കാരായ പ്രസാദിൻ്റെ താഴെയുള്ള ചെറുപ്പക്കാരായ വളർന്നു വരുന്ന ധാരാളം കലാകാരന്മാരുണ്ട്. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ചില ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. ഓരോരുത്തരുടെ മാനസികമായ, അല്ലെങ്കിൽ പണ്ടത്തത് നമ്മളിപ്പോൾ അവിടെ കൊട്ടിയാൽ അവിടെ കഴിഞ്ഞു, നന്നായി കൊട്ടിയാൽ അവിടുന്ന് ആൾക്കാർ നന്നാന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു. ഇന്നതല്ല, ഇന്നിവിടെ കൊട്ടിയാൽ ലോകം മുഴുവൻ കാണുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾ കുട്ടികളിലൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും അവർക്ക് ഇത്രയും കാലത്തെ പരിചയം ഉള്ള പ്രസാദ് ഇപ്പോൾ ഒരു ആശാൻ സ്ഥാനത്താണ് ഇരിക്കുന്നത്. കാരണം കഥകളി ലോകത്തെ ചെണ്ടയിൽ തന്നെ ഒരു ആശാൻ സ്ഥാനത്താണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രസാദിന് ഇനി വരുന്ന തലമുറയല്ല, ഇപ്പോൾ നിലനിൽക്കുന്ന തലമുറയും ഇനി ഇതിന് കാലങ്ങൾ കുറച്ച് കഴിഞ്ഞാലും ഇനി ഇതിലേക്ക് വരുന്ന തലമുറകൾ പ്രസാദിൻ്റെ ഈ വാക്കുകളെ വലിയ ഒരു ഇതായിട്ട് സ്വീകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവരോട് എന്താണ് പ്രസാദിന് പറയാൻ? അവരോടെന്ന് വെച്ചാൽ ഞാനല്ലെങ്കിലും എൻ്റെ താഴെയുള്ളവർ എങ്കിലും ഇനിയും ഇതിങ്ങനെ നിലനിന്ന് പോകണം എന്നുള്ളത് അവരുടെ ശിഷ്യത്വമായിട്ടാണ് അവർ വരുന്ന പുതിയ തലമുറ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൂടി. അല്ല, ഇവിടുത്തെ മാത്രമല്ല ഞാൻ പറയുന്നത്, നാട്യസംഘത്തിലെ മാത്രമല്ല, പുറത്തുള്ള ചെണ്ട കലാകാരന്മാർ, അതായത് കഥകളി ചെണ്ട കലാകാരന്മാരോട് പുറത്ത് വരുന്ന ഇനി ഭാവിയിൽ ഇനി വളർന്നു വരുന്നവരും ഇപ്പോൾ കുറച്ച് ഇതായിട്ടുള്ള ആൾക്കാർ എല്ലാവരും വെച്ചാൽ ഈ ഇപ്പോഴത്തെ ശൈലി മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഈ മേളം പൂവാതെയും ചോരാതെയും അത് നിലനിർത്തി പോകണം എന്നുള്ളൊരു ആഗ്രഹം ആണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അതിന് വേണ്ട ഇതിന് വേണ്ടെന്ന് ചെയ്യേണ്ട രീതി, അതായത് എങ്ങനെ അത് അവർക്ക് ആ രംഗത്തുനിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്കിപ്പോൾ നമ്മൾക്ക് വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവര് കണ്ട് ഇപ്പോൾ നമ്മൾ ആരും പറയാണ്ട് തന്നെ ഇപ്പോൾ ഓരോരുത്തരും അതിനനുസരിച്ച് കണ്ടും കേട്ടും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതേമാതിരി ഇനിയുള്ള പുതിയ തലമുറകൾക്ക് ഇതേമാതിരി വരണം എന്നുള്ളൊരു മോഹമാണ്. ഇപ്പോഴത്തെ ഈ മേളത്തിൻ്റെ കാര്യമുണ്ടല്ലോ, നമ്മളിപ്പോൾ പല മേളങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഇപ്പോൾ കഥകളി മേളം നിൽക്കുന്ന അവസ്ഥയെ കുറിച്ചിട്ടും പ്രസാദിൻ്റെ പറയാച്ചാൽ ഇപ്പോൾ മേളത്തിനായാലും തായമ്പയ്ക്കായാലും ആസ്വാദകർ കൂടി നല്ലൊരു മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളം നിലനിർത്തി ചെയ്യുന്ന ആൾക്കാരും അതേമാതിരി ചെറിയ കലാകാരന്മാരായിട്ടുള്ള തായമ്പക്കാർ പുതിയ തലമുറകൾക്കും
ഇനി ആ മേളം നിലനിർത്തി പോകുന്നുണ്ട്. മേളത്തിന്റെ കാര്യത്തിൽ വേറൊന്നും കൂടി പറയാം, അല്ലാണ്ട് ചെറുപ്പക്കാർ പ്രമാണികളായിട്ട് തായ്മേല് ശോഭിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണോ ധാരാളം ആസ്വാദകർ മേളത്തിന്, പല മേഖലകളിലും പല നിലവാരത്തിലുള്ള ആൾക്കാരായാലും ശരി. അതെ, അങ്ങനെ ഓരോ അതേപോലെ തായമ്പയ്ക്കുണ്ട്. തായമ്പയിൽ ഇപ്പോൾ ഒരുപാട് കലാകാരന്മാർ ചെറുപ്പക്കാരൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അവരും ഒക്കെ നല്ല ഈ തായമ്പയിൽ നല്ല ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശൈലീഭേദങ്ങളൊക്കെ ഉണ്ടെങ്കിലും, അതെ, ശൈലി മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നിലനിർത്തി അങ്ങനെ കൂടി ചെയ്യുന്നുണ്ട്. അതേപോലെ കഥകളി മേളവും അതെ, കഥകളി മേളവും അതേമാതിരി കുറച്ചുകൂടി ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ആണ് ഉദ്ദേശിക്കേണ്ടത്, നമുക്കൊക്കെ ചെയ്യേണ്ടത്. അത് ഇനിയുള്ള ചെറുപ്പക്കാർ അതിന് വേണ്ടിയിട്ട് അതൊന്നും കുറച്ചുകൂടെ നന്നാക്കിയിട്ട് ചെയ്ത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കഥകളി മേളം, എന്റെ കഥകളി മേളം നല്ല നിലവാരത്തിലാണ് ശരിക്കും നിൽക്കുന്നത്. നല്ല ചെറുപ്പക്കാരെ ആശാന്മാര് ചെയ്തു വെച്ച സാധനങ്ങളെ അവരിങ്ങനെ പൊലിപ്പിച്ച് കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നല്ല പൊലിപ്പിച്ചു വരുന്നുണ്ട്. അതെ, മേളമായാലും അതെ മുദ്രയ്ക്കായാലും എല്ലാം വൃത്തിയായി നല്ല സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഇനിയും നിലനിന്ന് പോയി അതിന് പുരോഗതി കൊടുത്തിട്ടും ആ കൂടി നിറവ് മേളം ചോരാതെയും അത് നിലനിന്ന് പോട്ടെ എന്നുള്ളൊരു അഭിപ്രായമാണ് അതിൻ്റെ. എന്തായാലും പ്രസാദിൻ്റെ മനസ്സിൽ ഉള്ള ആ ഒരു കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ ചിന്താഗതി അത് സാധ്യമാവും എന്ന് തന്നെയാണ്. ഞാനും ഈ കലാലോകത്ത് ജീവിക്കുന്ന ഒരാളാകൊണ്ട് അത് സഫലമാവും. ഉയർച്ച എൻ്റെ കണക്കിൽ പ്രസാദ് പറഞ്ഞതിനോട് തന്നെ ഞാൻ 100% യോജിക്കുന്നു. കഥകളി മേളം മറ്റുള്ള മേള വിഭാഗങ്ങളെ തായമ്പക മേളങ്ങൾ എന്ന പോലെ തന്നെ കഥകളി മേളം ഇന്ന് വളരെ 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 ഉയർന്നു നിൽക്കുകയാണ്. മാത്രമല്ല ഓരോ കലാകാരനും ഇന്ന് നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്, ചെറുപ്പക്കാരടക്കം നിൽക്കുന്നത്. ഓരോരുത്തരും നല്ല ആൾക്കാർ അറിയപ്പെടുന്നു എന്നുള്ളതിൽ ഉപരി അവരുടെ തൊഴിൽ മുന്നിൽ തന്നെ നിൽക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ എല്ലാവരും ഞാൻ കാണുന്നത്. എൻ്റെ വേഷത്തിന് കൊട്ടിയിട്ടുള്ളത് പരിചയം കൊണ്ടും ഓരോന്നുകൊണ്ടും കാണുന്നത്. അത് അതേപോലെയല്ല, അതിലും ഉപരി പ്രസാദും ഇപ്പം ഈ പറഞ്ഞ പോലെ അതിലും ഉപരി ഉയർന്ന് നിറഞ്ഞ് ശോഭിച്ച് നിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഇത്രയും നേരം കോട്ടയ്ക്കൽ പ്രസാദ് എന്ന ഒരു കഥകളി ചെണ്ട ആശാൻ, അതിലുപരി എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്. കാരണം ഞാനിവിടെ വന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പ്രസാദ് കോട്ടയ്ക്കൽ സ്റ്റുഡൻ്റായിട്ട് വരുന്നത്, ഞാനിവിടെ സ്റ്റുഡൻ്റായിട്ട് നിൽക്കണം. അങ്ങനെ ഞങ്ങൾ ആ വന്ന കാലഘട്ടം മുതൽ സ്വന്തം സഹോദരങ്ങളെപ്പോലെ കുടുംബമായാലും അച്ഛനും അമ്മയും ആയാലും മന്നാടി ആശാൻ്റെ അടുത്ത് അതൊക്കെയാണ് അത്ര എനിക്ക് പരിചയം. പ്രസാദ് അവിടെ ചെന്നാൽ അവിടുത്തെ ഒരു മകൻ, എൻ്റെ വീട്ടിൽ വന്നാൽ അവിടുത്തെ മകൻ പ്രസാദ്, അങ്ങനെ ഞങ്ങൾ ജീവിച്ച ആൾക്കാർ. പ്രസാദിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ട്. ഇപ്പോൾ പ്രസാദ് പറഞ്ഞു, പ്രസാദിനൊരു കളങ്കമില്ലാതവൻ എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നിഷ്കളങ്കതയാണ്. എന്തായാലും ഇത്രയും നേരം ഈ കോട്ടയ്ക്കൽ പ്രസാദാശാനായിട്ട് ഇല്ലെങ്കിൽ എൻ്റെ ഈ സുഹൃത്തായിട്ട് ഈ പ്രസാദിൻ്റെ കഥകളി ജീവിതത്തെക്കുറിച്ചും മറ്റുള്ള മേള ചിന്തകളെക്കുറിച്ചും കുടുംബ കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഗുരുനാഥന്മാരെയും മഹാകലാകാരന്മാരെയും സ്വന്തം അച്ഛൻ കലാമണ്ഡലം ചന്ദ്രമണ്ണാടി ആശാനെക്കുറിച്ചും പ്രസാദ് ഇവിടെ ഓർമ്മിപ്പിച്ച നല്ല നല്ല കാര്യങ്ങളെ നമുക്ക് ഭാവിയിൽ ഓർത്ത് പുതുതലമുറയ്ക്ക് വേണ്ട വിധം എത്തിച്ച് ഉപയോഗപ്പെടുമെന്നാണ് എൻ്റെ 100% വിശ്വാസം. അത് ഏറ്റവും ഉപകാരപ്പെടട്ടെ. പ്രസാദ്, നന്ദി, നമസ്കാരം. എനിക്ക് ഇന്നിപ്പോൾ നാട്യസംഘം വേഷം പ്രധാന അധ്യാപകനായിട്ടുള്ള കോട്ടയ്ക്കൽ ദേവദാസൻ എന്ന എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മുന്നിൽ ഇത്ര നേരം ഇങ്ങനെ ഈ കോട്ടയ്ക്കൽ പഠനവും എൻ്റെ ജീവിത
കലാപരമായിട്ടുള്ള ജീവിതവും കളരി അരങ്ങ് ഇതിനെപ്പറ്റി ഈ മേളങ്ങളെ കുറിച്ചും എല്ലാം ഇത്ര നേരം എന്നോട് ചോദിച്ച് എനിക്ക് മറുപടി നല്ല പറഞ്ഞ് ഇത്ര നേരം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കാൻ പറ്റി. എങ്ങനെ അതിനെ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. എങ്കിലും ഇത്ര നേരം എനിക്ക് ചോദിച്ച് ഞാൻ ഇത് തന്നതിൻ്റെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം. ഇത്രയും നേരം കോട്ടക്കൽ ദേവദാസ് നാട്യസംഘം വേഷം പ്രധാന അധ്യാപകനും എൻ്റെ അടുത്ത സുഹൃത്തുമായ കോട്ടക്കൽ ദേവദാസിൻ്റെ മുന്നിൽ ഇത്ര നേരം എൻ്റെ കലാജീവിതവും കുടുംബജീവിതവും അരങ്ങും എല്ലാമായി എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്.